നമുക്ക് നേരെ കണ്ണൂരിലേക്ക് പോകാം. അവിടെയും ഒരു വലിയ രാഷ്ട്രീയ വിഷയം ഇങ്ങനെ ചർച്ചയാകുന്നുണ്ട്. മറ്റൊന്നുമല്ല, പി.കെ. ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വമാണ്. രാഷ്ട്രീയത്തിൽ നെപ്പോട്ടിസം ഒരു പുത്തരിയല്ല. അത് പലപ്പോഴും വലിയ ചോദ്യങ്ങൾക്കും വിവാദങ്ങൾക്കും ഒക്കെ വഴിവെക്കാറുമുണ്ട്. അർഹരായവരെ തഴഞ്ഞ് നേതാക്കന്മാരുടെ സ്വന്തക്കാർക്ക് സ്ഥാനമാനങ്ങൾ കൊടുക്കുമ്പോൾ അണികളിൽ പലപ്പോഴും മുറുമുറുപ്പ് ഉണ്ടാകാറുമുണ്ട്. ഇപ്പോഴിതാ CPIM പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ പിൻഗാമിയായി, അതായത് M.V. ഗോവിന്ദന്റെ ഭാര്യ പി.കെ. ശ്യാമളയെ തളിപ്പറമ്പിൽ സ്ഥാനാർത്ഥിയാക്കുകയാണ്. പി.കെ. ശ്യാമളയുടെ ജനകീയതയില്ലായ്മ വിജയസാധ്യതയെ ബാധിക്കും എന്നുള്ള ആരോപണം പ്രാദേശിക നേതൃത്വത്തിൽ നിന്ന് തന്നെ ഉയരുന്നുണ്ട്. മുൻപ് ആന്തൂർ നഗരസഭയിൽ ഉണ്ടായ വിവാദങ്ങളും പ്രവാസിയായ സാജന്റെ ആത്മഹത്യയും പി.കെ. ശ്യാമളയുടെ ജയസാധ്യതയെ ബാധിച്ചേക്കുമെന്നും അണികൾ പറയുന്നുണ്ട്. എന്നാൽ പി.കെ. ശ്യാമളയ്ക്ക് സീറ്റ് നൽകാനുള്ള തീരുമാനത്തിന് പിന്നിൽ കുടുംബവാഴ്ചയാണ് എന്നുള്ള ആരോപണം കൂടിയുണ്ട്. എന്തായാലും ഈ ഒരു ആരോപണം ശരിയാണോ എന്ന് നമുക്ക് നോക്കാം. ആകാശ് ഇത് കുറച്ച് ആളുകളോട് ചോദിച്ചിട്ടുണ്ട്. ജനങ്ങൾക്ക് എന്താണ് ഇക്കാര്യത്തിൽ പറയാനുള്ളത് എന്ന് പരിശോധിക്കാം. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം അടുത്തിരിക്കെയാണ് CPM-ലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ അതൃപ്തി പുകയുന്നത്. തളിപ്പറമ്പ് മണ്ഡലത്തിൽ M.V. ഗോവിന്ദന്റെ ഭാര്യ പി.കെ. ശ്യാമള മത്സരിക്കുന്നത് കുടുംബവാഴ്ചയുടെ ഭാഗമോ? പൊതുജനാഭിപ്രായം തേടാം. തീർച്ചയായിട്ടും ഒരിക്കലുമല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു ഇലക്ഷൻ അല്ലെങ്കിൽ നമ്മളൊരു രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇഷ്ടക്കാരെയോ അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവരോ വെക്കേണ്ട സ്ഥലമല്ല. ഇവർ പൊതുവെ കോൺഗ്രസിനെതിരെയും മറ്റു പല പാർട്ടികൾക്കെതിരെയും ഉന്നയിക്കുന്ന ഒരു ആരോപണമാണ് കുടുംബവാഴ്ച എന്ന് പറയുന്നത്. ഈവൻ ഇന്ത്യയുടെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവായിട്ട് രാഹുൽ ഗാന്ധിക്കെതിരെ കുടുംബവാഴ്ചക്കാരനാണ് അങ്ങനെ എന്നൊക്കെ വിമർശിച്ച് കോൺഗ്രസിലെ തന്നെ പല സ്ഥാനാർത്ഥികളും മെറിറ്റ് ഉണ്ടായിട്ടുള്ള ആളുകളുണ്ട് പലരും. അവരെയും വിമർശിച്ചിട്ട് ഇത്തരത്തിലുള്ള പ്രവൃത്തി ചെയ്യുന്നത് ഒരു ഇരട്ടത്താപ്പാന്നാണ് പറയാനുള്ളത്. അവർ സാധാരണ രാഹുൽ ഗാന്ധിക്കെതിരെ പറയുന്ന ഒരു ചാപ്പകുന്ന ഒരു സാധനമാണ് ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത്, മക്കളുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത്. പക്ഷേ യാതൊരുവിധ സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യ എന്നുള്ള ഒരു ലേബലിൽ കൊണ്ട് മാത്രമാണ് അവർക്കത് കിട്ടുന്നത്. നമ്മുടെ കുടുംബത്തിലുള്ളവരൊക്കെ തന്നെ പാർട്ടിയിലൊക്കെ ഇങ്ങനെ കയറ്റുക എന്ന് പറയുന്നത് അത് തീർത്തും വളരെ മോശമായൊരു പരിപാടിയാണ് ബേസിക്കലി. പിന്നെ അതിനപ്പുറത്തേക്ക് പറയുകയാണെങ്കിൽ ഇത്തവണ കൂടുതലും ഭരണവിരുദ്ധ വികാരങ്ങൾ ആൾക്കാരിലേക്കുണ്ട്. ഇതിന് ഏത് സ്ഥാനാർത്ഥി നിർത്തിയാലും കുറേയും കൂടെ UDF അനുകൂലമാണെന്നുള്ള ഇതിലാണ് ഇപ്പോഴത്തെ കഴിഞ്ഞ ഇലക്ഷനൊക്കെ നമ്മളെ വിലയിരുത്തുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം RMP രാഷ്ട്രീയ സംഘടനയായിട്ടുള്ള TP ചന്ദ്രശേഖരന്റെ പാർട്ടിയായിട്ട് ഇവരെടുത്ത നിലപാട് നേരെ തിരിച്ചാണ്. രമക്കെതിരെ വ്യക്തി അധിക്ഷേപം വരെ ഇവർ നടത്തിയിട്ടുണ്ട്. അതപ്പോൾ ആ ഒരു കൾച്ചറലി CPM കാണിക്കുന്ന അല്ലെ കുടുംബക്കാർ പൊളിറ്റിക്സിലേക്ക് കടന്നു വരുന്നതിനോട് ഇവർ കാണിക്കുന്ന ഒരു വിവേചനത്തുണ്ട്. അത് സ്വന്തം പാർട്ടി തന്നെ ഇപ്പം നടപ്പിലാക്കുന്നതിൽ ഒരു രണ്ട് നിലപാടുകളായി പോകുന്നു എന്നുള്ളത് മാത്രമാണ്. ഈ ഒരു ട്രെൻഡ് ഫോളോ ചെയ്ത് സത്യം പറഞ്ഞാൽ ബാക്കിയുള്ളവരെ ഒരു നിലക്ക് അടിച്ചമർത്തലാണ്. ബാക്കി പാർട്ടിയിൽ കയറാനും അതേപോലെ നല്ല കഴിവുള്ള ആൾക്കാരൊക്കെ ഉണ്ടാകുന്ന ടൈമിന് ഇവരെന്താക്കുക, എന്നാൽ അവരെ സീറ്റ് കൊടുക്കാണ്ട് നമ്മൾ ആരെങ്കിലും സീറ്റ് കൊടുത്ത് അതേ ഇതന്നെ തിരിച്ചെടുക്കുന്ന ഒരു പരിപാടി, അത് ഒരിക്കലും ഒരു നല്ല പരിപാടിയായിട്ട് തോന്നുന്നില്ല. അധികാരം മൊത്തം ഇത്തരത്തിലൊരു കുടുംബവാഴ്ചയുടെ വ്യവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു അരാഷ്ട്രീയതയുടെ ഭാഗമായിട്ടാണ് നമുക്ക് കണക്കാക്കപ്പെടുന്നത്. തളിപ്പറമ്പിൽ പി.കെ. ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വം CPM പ്രവർത്തകരെ പോലും വഞ്ചിക്കുന്ന നിലപാടാണെന്നാണ് പൊതുജനങ്ങൾക്ക് പറയാനുള്ളത്. കോഴിക്കോട് നിന്നും ക്യാമറമാൻ സുൽത്താനോടൊപ്പം ആകാശ്, ന്യൂസ് മലയാളം. കേട്ടല്ലോ, ജനങ്ങളുടെ പ്രതികരണം അത്തരത്തിലാണ്. ഇതൊരു അരാഷ്ട്രീയ നിലപാടാണ് ഇത്തരത്തിൽ ഇങ്ങനെ ഈ കുടുംബവാഴ്ച ആളുകളുടെ സ്വന്തക്കാർക്ക് ഈ ഒരു സ്ഥാനാർത്ഥിത്വം അടക്കം നൽകുന്നത് എന്ന് പറയുന്നു. അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയെ അടക്കം ഇനി ഈ പേരും പറഞ്ഞ് വിമർശിക്കുന്നതും ശരിയല്ല. അതിനെയും ജനങ്ങൾ ചോദ്യം ചെയ്യുന്നുണ്ട്. ഈ ഒരു സമയത്ത് ജനങ്ങൾ